ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു കക്കായിറച്ചി ഫ്രൈഡ് റെസിപ്പിയാണ്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് 1/2 കിലോ കക്കായിറച്ചി ചൂടുവെള്ളത്തിൽ കഴുകിയിട്ട് പിന്നെ പച്ചവെള്ളത്തിൽ 4-5 പ്രാവശ്യം കഴുകി നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ചുവന്നുള്ളിയും 2 സവോളയും 3-4 അല്ലി വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും കുറച്ച് കരിയാപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. ഉള്ളി ഇടുമ്പോഴത്തേക്കും ഒന്നും കൂടെ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടുമേ. അതിനിടയ്ക്ക് കിച്ചിക്കുട്ടൻ ഞാൻ എന്നാ ചെയ്തെന്ന് അറിയാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് ഓടി വന്നിട്ടുണ്ട്. ഹായ് പറയുമ്പോൾ എല്ലാവർക്കും ഹായ് പറയുവാണ്. പിന്നെ നമ്മുടെ പൂച്ചക്കുട്ടന്മാരും അടുക്കളയുടെ വാതിൽക്കൽ തന്നെ വന്ന് ഇരിപ്പുണ്ട്. അവളന്മാർ എപ്പോഴും ഇവിടെയാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ അരിഞ്ഞ് വെച്ചതിൻ്റെ കൂടെ കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ചേർത്തിട്ടുണ്ട്, അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. സവോളയും ഇഞ്ചി എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇച്ചിരി കാനം കുറച്ച് അരിയുമ്പോഴത്തേക്കിനേ ഉള്ളൂ പെട്ടെന്ന് മൂത്ത് കിട്ടത്തുള്ളേ. പിന്നെ പൊടികൾ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, മല്ലിപ്പൊടി, മസാലക്കൂട്ട് ഇവിടെ പൊടിച്ചതാണ്. പിന്നെ കുറച്ച് മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അടുപ്പ് കത്തിച്ച് നമുക്ക് പാനൊന്ന് ചൂടാക്കാം. ചൂടായി വരുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് മൂത്ത് വരുന്ന സമയം കുറച്ച് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കടുകൊന്ന് പൊട്ടി വന്നോട്ടെ. ആ സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം, പച്ചമണം ഒന്ന് മാറി ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് മൂത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ആ തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴിച്ചെടുക്കാം. തേങ്ങാക്കൊത്തും കൂടെ കൂട്ടി ഒന്ന് ഇളക്കി എല്ലാം കഴിഞ്ഞൊന്ന് മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് കരിയാപ്പില ചേർത്ത് കൊടുക്കാം. അതും കൂടെ ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുന്ന സമയത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും കൊച്ചുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. സവോള പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തും അടച്ച് വെച്ചും അങ്ങനെ മൂപ്പിച്ചെടുക്കണേ. അതിനിടയ്ക്ക് കാശിക്കൂട്ടനെ നോക്കിയപ്പം കാശിക്കൂട്ടനും അച്ഛമ്മയും കൂടെ TV കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പത്തേക്ക് തിരിച്ച് വന്നപ്പോൾ നമ്മുടെ ഉള്ളിയും സവോളയും എല്ലാം കൂടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി പൊടികൾ ചേർക്കാം. പൊടികളെല്ലാം ചേർത്ത് നന്നായിട്ട് മൂത്ത് വരണം. അതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ലതായിട്ട് മൂത്ത് വരണേ. പൊടി നന്നായിട്ട് മൂത്ത് അതുപോലെ സവോളയൊക്കെ മൂത്ത് വരുമ്പോഴത്തേക്കിനുള്ള ആ ഒരു കറുത്ത കളർ വരത്തുള്ളൂ. അങ്ങനെ വരുമ്പോഴത്തേക്കിനാണ് അതിൻ്റെ കറക്റ്റ് കക്കായിറച്ചിയുടെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇപ്പോൾ എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് പിഴിഞ്ഞ് വാരി വെച്ചിരിക്കുന്ന കക്കായിറച്ചിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചിളക്കാം. അതെല്ലാം കൂടെ നന്നായിട്ട് തട്ടി പൊത്തി വെച്ച് നന്നായിട്ടൊന്ന് അടച്ചും വെച്ച് നല്ലതായിട്ട് വേവിക്കണം. ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. അതിങ്ങനെ മസാലയിലോട്ട് നന്നായിട്ട് പെരണ്ട് വന്നാലേ ഉള്ളൂ ആ കറുത്ത കളറും വന്ന് നല്ല ടേസ്റ്റും കിട്ടത്തുള്ളൂ. ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തട്ടിപ്പൊത്തി വെക്കുവാന്നാണ് ഇവിടെ പറയുന്നത്. ഇങ്ങനെ കക്കായിറച്ചി ഇങ്ങനെ വെക്കുന്നതിന് നിങ്ങളുടെ എവിടെയൊക്കെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമുക്ക് വീണ്ടും ഒന്നും കൂടി ഒന്ന് അടച്ച് വെക്കാം. കുറച്ചും കൂടെ വേവാനായിട്ടുണ്ട്. വീണ്ടും കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പം കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി വെക്കാവേ. ഞാനത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രാവിലേട്ടൻ വന്ന നേരം പിന്നെ ഫോൺ പിടിക്കാനായിട്ട് ഒരാളുമായി. നമുക്ക് വീണ്ടും അതൊന്ന് തട്ടിപ്പൊത്തി വെച്ച് ഒന്ന് അടച്ച് വെച്ച് കുറച്ചും കൂടെ വേവിക്കാം. കുറച്ചും കൂടെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ലാസ്റ്റ് കുറച്ച് കരിയാപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ഇരിക്കണം. ഇങ്ങനെ ഇരിക്കുന്നതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. നല്ലതായിട്ട് ഇങ്ങനെ കുറച്ച് കുഴഞ്ഞും എന്നാൽ ഒത്തിരി ഒന്ന് ഫ്രൈ ആയി പോകത്തില്ല. ആ ഒരു പാകത്തിന് വേണം ഇങ്ങനെ വേഗം. ഇതിപ്പം നല്ല കക്കായിറച്ചി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്, കോട്ടയം സ്റ്റൈൽ കക്കായിറച്ചി. അപ്പം നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൻ പ്രസ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു ഗൈസ്.